നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കം കുറിച്ച കേരളത്തിലെ കലാലയങ്ങളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം. വിവിധ കോളേജുകളിൽ വിജ്ഞാനോത്സവത്തോടെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് തിരുവനന്തപുരത്ത്. കലാലയങ്ങളിൽ കോളേജ് തല ഉദ്ഘാടനം വിപുലമായി നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അസോസിയേഷന്റെ പെൻഷൻ പരിഷ്കരണ ദിനാചരണം. നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗവും. അവകാശ ദിനം ആചരിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ. ക്ഷാമാശ്വാസ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കണമെന്ന് കൌൺസിൽ. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘ് ധർണ. വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഒരാഴ്ചയായി പ്രദേശത്ത് വിവിധ സംഘടനകൾ പ്രക്ഷോഭത്തിൽ. CPM വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച്. ശക്തമായ സമരത്തെ തുടർന്ന് ജൂലൈ 8 വരെ ടോൾ പിരിക്കുന്നതിൽ നിന്ന് കമ്പനി അധികൃതർ പിന്മാറി. ചെറുപ്പുളശ്ശേരിയിൽ പാതയോരത്ത് വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി. 60 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡിലെ മില്ലുംപടിയിൽ. നഗരപ്രദേശത്ത് സമീപ ദിവസങ്ങളിലായി കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് 2ാം തവണ. മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ സൂചനയെന്ന് എക്സൈസ്. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ദേശമംഗലം ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. റിട്ടയേർഡ് BSNL ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെ മരണശേഷം താമസിച്ചിരുന്നത് ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പം. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലി തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂക്കൃഷിക്ക് തുടക്കം. 1/4 ലക്ഷം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടു. പൂക്കൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കം കുറിച്ച് കേരളത്തിലെ കലാലയങ്ങളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. വിവിധ കോളേജുകളിൽ വിജ്ഞാനോത്സവത്തോടെയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ഷൊർണൂർ SN കോളേജിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ വർഷം എടുക്കുന്നവർക്ക്, 1 വർഷം കോഴ്സ് കഴിഞ്ഞാൽ നിർത്തുന്നവർക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കേരളത്തിലില്ല, പക്ഷെ കേരളത്തിന് പുറത്ത് 1 വർഷം കഴിഞ്ഞാൽ നിർത്തുകയാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 വർഷമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പഠിക്കുന്നത്. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് എൽവിൻ പോൾ കോണാട്ട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PV തുളസി സ്വാഗതം പറഞ്ഞു. കഥകളി ആചാര്യൻ ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. RDC കൺവീനർ CC ജയൻ, കൂനത്തറ GVHSS പ്രിൻസിപ്പാൾ C ജിനേഷ് കുമാർ, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി C മുകുന്ദൻ, SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ അധ്യാപിക കനകലത, PTA വൈസ് പ്രസിഡന്റ് നാരായണൻ, യൂണിയൻ പ്രതിനിധി C അഭിജിത്ത്, സുധീർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ K ശില്പ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. കോളേജിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. നമുക്ക് ഇതുകൊണ്ട് ഉപകാരവുമുണ്ട്. കാരണം നമുക്കറിയാം, സാധാരണ രീതിയിൽ 4 വർഷം 3 വർഷം ഡിഗ്രി കഴിഞ്ഞാൽ 2 വർഷം PG കോഴ്സ് പഠിച്ച് കഴിഞ്ഞാലേ നമുക്ക് PhDക്ക് ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി 4 വർഷം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 വർഷം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് നേരെ PhD ഒക്കെ എടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഏറെ ഗുണപ്രദമായ കാര്യം തന്നെയാണ് ഈ 4 വർഷ കോഴ്സ് എന്ന് പറയുന്നത്. വിജ്ഞാനോത്സവമായി നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. KB റോയ്, HK സന്തോഷ്, ഡോക്ടർ ജലീൽ അഹമ്മദ്, VT ശോഭന, MK സഹൽ, ജയകൃഷ്ണൻ, താഹിറ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും നിർവഹിച്ചു. 4 വർഷത്തെ ബിരുദ പഠനം പൂർത്തിയാകുന്ന നിലയിലുള്ള വിദ്യാർത്ഥികളുടെ മാറ്റങ്ങളെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും
വിലയിരുത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരളശ്ശേരി ശ്രീനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ 4 വർഷ ബിരുദ പദ്ധതി തുടങ്ങി. കോളേജ് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ നിർവഹിച്ചു. രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വരാൻ തന്നെയാണ്. തീർച്ചയായും ആ മുന്നേറ്റങ്ങൾ നിങ്ങൾ ഏവരും നല്ല രീതിയിൽ എത്താൻ സാധിക്കണം. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് 12 മണിക്കാണ് നമ്മുടെ വിവിധ പ്രോഗ്രാമിന്റെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഒട്ടേറെ കുറേ നേരെ വന്നിട്ട് എല്ലാ രക്ഷിതാക്കളും ഉണ്ട്. ചടങ്ങിൽ SNVM ട്രസ്റ്റ് കോളേജ് ചെയർമാൻ M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജിത് മുഖ്യാതിഥിയായിരുന്നു. മാനേജർ സുരേഷ് കളത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പാൾ P സുഷ വിഷയം അവതരിപ്പിച്ചു. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സിനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, കോങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ബിന്ദു, കേരളശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, രമാ മുരളി, ബ്ലോക്ക് മെമ്പർ B നന്ദിനി, BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ്, പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ, P നന്ദകുമാർ, P സജിത്, V ധന്യ, TC സുരേഷ് ബാബു, PK വേണുഗോപാൽ, മണ്ണൂർ പഞ്ചായത്ത് അംഗം CU സുജിത് കുമാർ, AB ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് DCC ഓഫീസിന്റെ ചുവരിലും മതിലിലും DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച വ്യക്തിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ. PPE കിറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയാണ് പ്രസിഡന്റിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. രാത്രി 9:30നും 10:00-ഇടയിലാണ് DCC ഓഫീസിന്റെ ചുമരിൽ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. PPE കിറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ വ്യക്തിയാണ് ഓഫീസിന്റെ ചുമരിലും മതിലിലും പോസ്റ്റർ ഒട്ടിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ആലത്തൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് രാജിവെക്കണമെന്നായിരുന്നു പോസ്റ്ററിലെ ആവശ്യം. പോസ്റ്റർ ഒട്ടിച്ചത് കോൺഗ്രസ് പ്രവർത്തകരല്ലെന്നും കോൺഗ്രസിലെ തമ്മിലടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളാണ് ഇതിനു പിന്നിലെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രതികരിച്ചു. പോസ്റ്റർ ഒട്ടിച്ച സാമൂഹ്യവിരുദ്ധനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുപ്പളശ്ശേരിയിൽ വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി. ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ മില്ലുംപടി ഭാഗത്താണ് 60 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സമീപ ദിവസങ്ങളിൽ ഇത് 2ാം തവണയാണ് ചെറുപ്പളശ്ശേരിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മില്ലുംപടി ഭാഗത്ത് 60 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സമീപ ദിവസങ്ങളിലായി 2ാം തവണയാണ് ചെറുപ്പളശ്ശേരി ഭാഗത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത്. യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇതെന്നും വരും ദിവസങ്ങളിൽ ലഹരിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറുപ്പളശ്ശേരിയിൽ 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. നഗരമധ്യത്തിലെ AKG റോഡിലാണ് മറ്റ് പാഴ്ചെടികൾക്കിടയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംശയം തോന്നിയ യുവാക്കൾ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ചെറുപ്പളശ്ശേരി റേഞ്ച് എക്സൈസ് അധികൃതർ ഈ ചെടി നശിപ്പിച്ചു. അതെ 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 ഈ ചെറുപ്പക്കാർ കൂടിയിരുന്ന് വലിച്ചിട്ട് ഇതിന്റെ കുരു വീഴുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായത് പൊളിക്കുന്നത്. അല്ലാതെ ഇത് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതുവരെ ഇവിടെ ആരും കൃഷി ചെയ്തതായിട്ട് ഇതുവരെ ഒരു അറിവ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ സംഭവം നടക്കാറുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട വീട്ടുകാരും ഈ കൗമാരപ്രായത്തിലുള്ള പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു ഒന്ന് തിരക്കേണ്ട ബാധ്യത അവർക്കൂടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം പുരോഗമിച്ചു വരുന്നതിനിടെയാണ് 60 സെന്റിമീറ്റർ നീളമുള്ള മറ്റൊരു കഞ്ചാവ് ചെടി കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിലെ മില്ലുംപടി ഭാഗത്താണ് ഇപ്പോൾ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് CPM. നീക്കത്തിനെതിരെ CPM വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. വടക്കഞ്ചേരി, പാണഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട് പഞ്ചായത്തുകളിലെ യാത്രക്കാർക്കും സ്കൂൾ വാഹനങ്ങൾക്കും ജൂലൈ 1 മുതൽ ടോൾ ഏർപ്പെടുത്തുന്നതിന് കമ്പനി തീരുമാനിച്ചതിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കമ്പനി തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ജനകീയ പ്രതിരോധവേദി, കേരള കോൺഗ്രസ്, BJP, DYFI സംഘടനകൾ സമരത്തിലാണ്. കമ്പനി അധികൃതർ നൽകിയ ഉറപ്പിന്റെ ലംഘനമാണ് പ്രദേശവാസികൾക്ക് ടോൾ ഏർപ്പെടുത്തിയ തീരുമാനം.
ടോൾ പിരിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. ജൂലൈ 8 വരെ ടോൾ പിരിക്കുന്നതിൽ നിന്ന് കമ്പനി അധികൃതർ പിന്മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം ദേശമംഗലം ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി. ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ 77 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വയോധികനായ ഉണ്ണികൃഷ്ണൻ ശനിയാഴ്ച വൈകിട്ട് കൊച്ചി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. പ്രദേശത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇക്കാര്യം ചെറുതുരുത്തി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്താനായത്. ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ് മരിച്ച ഉണ്ണികൃഷ്ണൻ. ഭാര്യ മരിച്ചതോടെ ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പമായിരുന്നു താമസം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹം വീട് വിട്ടിറങ്ങിയതാണ്. അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം നീന്തൽ വിദഗ്ധൻ നിഷാദ് വരവൂരും സ്കൂബ ടീം അംഗങ്ങളും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ദേശമംഗലം ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം 3-ാം ദിനം കണ്ടെത്താനായത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 5 ഗഡു അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചത്. ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രകടനത്തിൽ ഷൊർണൂർ, വാണിയംകുളം, ചളവറ, അനങ്ങനടി മണ്ഡലങ്ങളിലെ അംഗങ്ങൾ പങ്കെടുത്തു. വിശദീകരണ യോഗം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഇവിടെയുള്ള നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിന് പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിയായ രീതിയിലാണെങ്കിൽ അത് ഉണ്ടായതെങ്ങനെ ഇവരുടെ എല്ലാം കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. നാം ഇവിടെ കാണുന്നതാണ് ഏതെല്ലാം മേഖലയിലാണ് ധൂർത്തുകൾ, എത്ര ധൂർത്തുകൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ സാമ്പത്തിക കെടുകാര്യസ്ഥത, ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു പ്ലാൻ ഇല്ല. മണ്ഡലം പ്രസിഡന്റ് NM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VKP വിജയനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ നേതാക്കളായ KT വേണുഗോപാലൻ, അജിത് മാസ്റ്റർ, ME രാധാകൃഷ്ണദാസ്, KM പത്മകുമാർ, P വാസുദേവൻ, മുരളി മാസ്റ്റർ, K ശിവപ്രകാശൻ മാസ്റ്റർ, PP ഇന്ദിരാദേവി ടീച്ചർ, P ബാലചന്ദ്രൻ, മുംതാസ് ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലം ട്രഷറർ PV രാമകൃഷ്ണൻ സ്വാഗതവും മണ്ഡലം സെക്രട്ടറി M ജയരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. സംസ്ഥാന സെക്രട്ടറി C ബാലൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പെൻഷൻ പരിഷ്കരണ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് യോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി C ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഈ സമര കാഹളം കണ്ടിട്ടെങ്കിലും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടെ ധനകാര്യമന്ത്രിയും കണ്ണു തുറക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഭരണപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ പോലും ഇന്ന് സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രഫുൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KM റഷീദ്, M മജീദ്, MV ആന്റണി, CJ രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ അവകാശ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ വിശദീകരണ യോഗം SSPC വൈസ് പ്രസിഡന്റ് PM ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കുക,
പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ അവകാശ ദിനം ആചരിച്ചത്. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KN ശിവദാസ് അധ്യക്ഷത വഹിച്ചു. മാത്യു മാസ്റ്റർ, KC അശോകൻ, KVC മേനോൻ, ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി G മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അർഹമായ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ഇതിനായി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ അടിയന്തരമായി നിയമിക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ദൂരത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ 2.5 കോടി രൂപ അനുവദിച്ചത്. അതുപോലെ തന്നെ കേരള കലാമണ്ഡലത്തിൽ വൈസ് ചാൻസലറായി നിയമിക്കാൻ 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ടാണ് വൈസ് ചാൻസലർ നിയമിച്ചിരിക്കുന്നത്. ഗവർണറെ മാറ്റിക്കൊണ്ടാണ് നിയമിച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ പത്രത്തിൽ കണ്ടു 1.5 കോടി രൂപ വൈസ് ചാൻസലർമാര് കോടതിയിൽ ചെലവാക്കിയിരിക്കുന്നു. ഇതുപോലുള്ള ധൂർത്തുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. 2002 അനിശ്ചിതകാല പണിമുടക്ക് നടന്നപ്പോഴും 32 ദിവസം പണിമുടക്കിയ പെൻഷൻകാരാണ് ഇന്ന് ഈ ധർണ നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന സമിതി അംഗം S രാജേന്ദ്രൻ, ഫെറ്റോ ജില്ലാ സെക്രട്ടറി P രാജീവ്, NGO സംഘ സംസ്ഥാന സെക്രട്ടറി മുരളി കേനാത്ത്, വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SR മല്ലികാർജുൻ, TM നാരായണൻ, ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല വേങ്ങശ്ശേരി കാവലി അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിലെ നവീകരണത്തിനായി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത സംഭാവനയിൽ നിന്നാണ് ലക്ഷങ്ങളുടെ തിരിമറി നടന്നിരിക്കുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ പറഞ്ഞു. നവീകരണത്തിന് വേണ്ടി ഭക്തജനങ്ങളിൽ നിന്നും സമാഹരിച്ച സംഭാവനയുടെ കണക്ക് അവതരിപ്പിക്കുവാൻ തയ്യാറാകാതിരുന്ന ട്രസ്റ്റി ബോർഡിന്റെയും പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അവതരിപ്പിച്ച കണക്കിൽ 25 ലക്ഷം രൂപയുടെ അഴിമതി കാണുന്നതായും അനൌദ്യോഗിക കണക്ക് പ്രകാരം 6 ലക്ഷം രൂപയുടെ കണക്ക് കാണുന്നില്ലെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 80% പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. പക്ഷേ ഈ 3 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനോ അത് പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനോ ബോർഡിനും അതുപോലെ പുനരുദ്ധാരണ കമ്മിറ്റിക്കും സാധിക്കാതെ വന്നപ്പോൾ പ്രാദേശികമായ ഒട്ടേറെ സംഘടിച്ചുകൊണ്ട് ഇവിടെ ചില അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് സംശയമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അവിടുത്തെ ബോർഡിൻ്റെ അംഗങ്ങളും ട്രസ്റ്റി ബോർഡിൻ്റെ അംഗങ്ങളും പുനരുദ്ധാരണ കമ്മിറ്റിയും കൂടി കുറച്ച് ഒട്ടേറെ വെച്ച് കൂട്ടി അവതരിപ്പിച്ച കണക്കുകൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ തന്ത്രിമാറ്റം ദേവഹിതം ചിന്തിക്കാതെയും ചില വ്യക്തികളുടെ താൽപ്പര്യത്തിനു വേണ്ടി ക്ഷേത്ര ആചാര ലംഘനം നടത്തിയുമാണ് നടന്നതെന്നും ഇതിൻ്റെ പുറകിലും സാമ്പത്തിക അഴിമതി ആരോപിക്കപ്പെടുന്നുണ്ടെന്നും ഇത് ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രാചാര ലംഘനത്തിൻ്റെ ഭാഗമായി കാണണമെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്നില്ലെന്നും തലമുറകളായി അനുവർത്തിച്ചു വരുന്ന ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും അഴിമതി സമഗ്രമായി അന്വേഷിച്ച കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ഹിന്ദു ഐക്യവേദി ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN ശ്രീരാമൻ, ജില്ലാ ജനറൽ സെക്രട്ടറി C രവീന്ദ്രൻ എറവക്കാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, PV കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. രാജ്യത്ത് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം നടത്തി. പുതിയ നിയമം സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. പോലീസ് സ്റ്റേഷൻ പരിസരത്ത്
SI DS ആനന്ദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭാരതീയ ന്യായ സംഹിത ഒരു നിയമം വരുന്നുണ്ട്. CRPC നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ അത് CRPCയിലാണ് പറഞ്ഞിരുന്നത്. CRPCക്ക് പകരം BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അങ്ങനൊരു നിയമം വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ തെളിവ് നിയമം, നമ്മൾ തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് കൊടുക്കുന്ന, കോടതി നടപടികൾ പൂർത്തിയാക്കിയിരുന്നതുമായ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. അങ്ങനെ ഈ 3 നിയമങ്ങളാണ് പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്നത്. ഈ 1860 എഴുതിയിരുന്നത് കൊണ്ട് തന്നെ കുറേ പോരായ്മ, ഇപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള കുറേ പോരായ്മകളും ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾക്കും അറിയാം അല്ലേ, പല നിയമങ്ങളും പോരാ, അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് നമ്മളെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. SIമാരായ വിനു, സുഭാഷ്, SPO ബേബി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി. ഒറീസയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പോക്സോ കേസിലെ പ്രതിയെ പിടികൂടിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അംഗങ്ങൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മണ്ണൂരിൽ SYS പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. 1-ാം മൈൽ മദ്രസയിൽ നടന്ന കൺവെൻഷൻ ഞാറക്കോട് പള്ളി ഖത്തീബ് മുഹമ്മദ് സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്, ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒരു സംഘടനയുടെ കീഴിൽ 10 ആൾ വരുമ്പോൾ ആ 10 ആളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും ഒരു മഹത്വമുള്ളൊരു സംഗതി. ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സംഘടന ചെയ്യാൻ പറ്റും. അതാണ് സംഘടന കൊണ്ടുള്ളതായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ദീനീയ ആദത്തുകൾ, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ദീനീയ ചൈതന്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ നിലനിൽപ്പുകളും സാംസ്കാരികമായ മാനുഷികമായ എല്ലാം ജനങ്ങളെ ഊന്നിക്കൊണ്ടുവരിക. പ്രസിഡന്റ് മുത്തലി മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി PM യൂസഫ് പത്രിപ്പാല പരിപാടി വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, സയ്യിദ് ഹാജി, റഫീഖ്, ഇസ്മായിൽ, ഷെരീഫ് കാഞ്ഞിരമ്പാറ, അജ്മൽ മുസലിയാർ, അബ്ബാസ് മുസലിയാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പള്ളികളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. ഓണത്തെ വരവേൽക്കാൻ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിച്ചിട്ടുള്ളത്. 25,000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കർഷക കൂട്ടായ്മകൾ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കൃഷി. ചെണ്ടുമല്ലി തൈകൾക്കൊപ്പം പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട്. ചെണ്ടുമല്ലിക്ക് പുറമെ പയർ, വെണ്ട, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുടെയും കൃഷി കുന്നപ്പള്ളി വാർഡിലെ കൃഷിയിടത്തിൽ ആരംഭിച്ചു. കൃഷിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അധ്യക്ഷത വഹിച്ചു. ഇത്തവണത്തെ ഓണവിപണി മേലൂർ ചെണ്ടുമല്ലിയും പച്ചക്കറികളും കൊണ്ട് കീഴടക്കാൻ ഒരുങ്ങിത്തന്നെയാണ് മേലൂർ പഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കലും അനുമോദനവും സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ചേംബറിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ മക്കളായ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും 70 വയസ്സ് കഴിഞ്ഞ വ്യാപാരികളെയുമാണ് ആദരിച്ചത്. ചേംബർ ഹൗസിൽ നടന്ന പരിപാടിയിൽ മുൻ പ്രസിഡന്റ് KP കമാൽ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായ ഒരുപാട് പേര് ഈ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ള ഈ സംഘടന കുറച്ചുപേർ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി. ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും 70 പിന്നിട്ട വ്യാപാരികളെ ആദരിക്കുന്ന ഒരു നല്ലൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ. പിന്നെ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2000 ആരംഭിച്ച തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് KC സുധാകരൻ, G സൈമൺ, നാരായണൻ, വിനോദ്, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി KP കമാലിനെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുല്ലാഹ് ചേലക്കര പ്രാദേശിക സമ്മേളനം വല്ലങ്ങിപ്പാറയിൽ നടന്നു.
വിവിധ കായിക വൈജ്ഞാനിക മത്സരങ്ങളോടെ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലായിരുന്നു സമ്മേളനം. പ്രാദേശിക സമ്മേളനം ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വയോജന സംഘടനാ പ്രാദേശിക ഘടകം പ്രസിഡന്റ് ടി റാഷിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി കെ മുഹമ്മദ് സലീം, കേച്ചേരി ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കായിക വൈജ്ഞാനിക മത്സരങ്ങൾക്ക് മൗലവി ഗുലാം അഹമ്മദ്, മൗലവി നസീം അഹമ്മദ്, മൗലവി കെ മുഹമ്മദ് സലീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പന്നിയൂർ മിനിപ്പടി തനിമ കലാ കായിക സാംസ്കാരിക വേദി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വിദ്യാഭ്യാസ സെമിനാറും ഇതോടനുബന്ധിച്ച് നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം VT നളിനി അധ്യക്ഷത വഹിച്ചു. പനയൂർ TMUP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായി വിരമിച്ച MP രമയെ ആദരിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സാധ്യതകളും എന്ന വിഷയം ഷാഹിർ ചില്ലിടത്ത് അവതരിപ്പിച്ചു. തനിമ പ്രസിഡന്റ് V ബാബുരാജ്, സെക്രട്ടറി KB അഭിജിത്ത്, O മധുസൂദനൻ, VR സുമിൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ K കരുണാകരൻ സാംസ്കാരിക നിലയം വായനശാലയിൽ വായന പക്ഷാചരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ NS ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും വലിയ കുഴപ്പമില്ലാതെ ഫുൾ A+ കിട്ടിയവരുണ്ട്, അല്ലെങ്കിൽ A+ കുറഞ്ഞവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ പുസ്തകത്തിനപ്പുറത്തേക്ക് എത്ര വായിച്ചു എന്നത് കൂടി നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലത്ത് പരിഗണിക്കുന്നത്. കാരണം നിങ്ങൾ വിഷയം പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ലോകത്തെ അറിയുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജീവിതങ്ങളെ അറിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നാണ്. കാരണം നമ്മൾ വായിക്കുക എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ വായിക്കുന്നു, ഒരു പുസ്തകം വായിക്കുന്നു, ഒരു കഥ വായിക്കുന്നു, ഒരു നോവൽ വായിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ വെറുതെ സമയങ്ങളിലാണോ? ചടങ്ങിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ SSLC +2 ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് M സുരേഷ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം V രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ UPI മൊബൈൽ ബാങ്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സംവിധാനങ്ങൾ തുടങ്ങി. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കുറയായി. ആ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, അതുപോലെ തന്നെ പൊതുജന ആവശ്യങ്ങൾ നിർവഹിക്കാൻ വ്യാപാര വാണിജ്യ മേഖലയിൽ ഉൾപ്പെടെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് വളർന്ന് വലുതായ ഒരു സഹകരണ അർബൻ ബാങ്കാണ് ഇതെന്ന്. ഏത് ഒരു പ്രസ്ഥാനവും ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് തുടർന്നാണെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ കയറ്റങ്ങളുണ്ടാവും, അർത്ഥങ്ങളുണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണെന്നർത്ഥം. പ്രസ്ഥാനം ആരംഭിച്ച് അതൊരു ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒട്ടേറെ ബാലാരി. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാനേജർ VR ബിന്ദു സ്വാഗതം പറഞ്ഞു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MS അശോകൻ പദ്ധതി വിശദീകരിച്ചു. UPI സംവിധാനം നടപ്പാക്കുന്ന ജില്ലയിലെ ആദ്യ അർബൻ ബാങ്ക് എന്ന ഖ്യാതിയോടുകൂടി സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് എന്ന ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. ആദ്യ UPI പണമിടപാട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുധേഷിന് നൽകി ഉദ്ഘാടനം ചെയ്തു. QR കോഡുകളുടെ വിതരണം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. കൗൺസിലർ ശ്രീകലാരാജൻ, ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ മാസ്റ്റർ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ബാങ്ക് മുൻ ചെയർമാൻ ES കൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI നേതാവ് KC സോമൻ, BJP നേതാവ് MP സതീഷ് കുമാർ, മുസ്ലിം ലീഗ് നേതാവ് താഹിർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുധേഷ്, ഫാദർ ഷിനു എബ്രഹാം എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ PP വിജയൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മുള്ളൂർക്കര നന്ദഗോകുലം കൂട്ടായ്മ 2ാം വാർഷികം ആഘോഷിച്ചു. ഭാഗവതാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളിലും മറ്റു വേദികളിലും സൗജന്യമായി ലളിതാ സഹസ്രനാമവും മറ്റ് ഭക്തിഗാനങ്ങളും ആലപിക്കുന്ന കൂട്ടായ്മയാണ് നന്ദഗോകുലം. മുള്ളൂർക്കര പഞ്ചായത്തിലെ 4ാം വാർഡിലായിരുന്നു കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷം. ഭാഗവതാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഈ ബ്രഹ്മാണ്ഡം ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെയാണ്. ആനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്ന നിർഗുണ ഭാവത്തിലുള്ള പൂജയാണ് ശിവലിംഗത്തിൽ. മാത്രമല്ല, എത്രയോ ന്യൂക്ലിയർ റിയാക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ മുഴുവൻ ശിവലിംഗത്തിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു ഷേപ്പാണ് ശിവലിംഗം എന്നുള്ളത്. അതുകൊണ്ടാണ് ശിവലിംഗ ആകൃതിയിൽ നിർഗുണ നിരാകാരമായിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഋഷിമാർ അങ്ങനെ ഒരു രൂപത്തെ തെരഞ്ഞെടുത്തത് എന്ന് പറയുണ്ടായി. നന്ദഗോകുലം കൂട്ടായ്മ പ്രസിഡന്റ് സന്ധ്യ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഇരുന്നലങ്കോട് ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകഥാകൃത്ത് കുമ്പളങ്ങാട് ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് മായാദാസ്, അശോകൻ, രാമചന്ദ്രൻ, ദേവിയമ്മ എന്നിവർ സംസാരിച്ചു. പുഷ്പ രാമചന്ദ്രൻ സ്വാഗതവും സുമതി ഗിരിജൻ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ സ്ഥാനങ്ങൾ വഹിച്ച വയോധികരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കം കുറിച്ച കേരളത്തിലെ കലാലയങ്ങളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം. വിവിധ കോളേജുകളിൽ വിജ്ഞാനോത്സവത്തോടെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് തിരുവനന്തപുരത്ത്. കലാലയങ്ങളിൽ കോളേജ് തല ഉദ്ഘാടനം വിപുലമായി നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അസോസിയേഷന്റെ പെൻഷൻ പരിഷ്കരണ ദിനാചരണം. നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗവും. അവകാശ ദിനം ആചരിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ. ക്ഷാമാശ്വാസ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കണമെന്ന കൌൺസിൽ. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘ് ധർണ. വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഒരാഴ്ചയായി പ്രദേശത്ത് വിവിധ സംഘടനകൾ പ്രക്ഷോഭത്തിൽ. സിപിഎം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച്. ശക്തമായ സമരത്തെ തുടർന്ന് ജൂലൈ 8 വരെ ടോൾ പിരിക്കുന്നതിൽ നിന്ന് കമ്പനി അധികൃതർ പിന്മാറി. ചെറുപ്പുളശ്ശേരിയിൽ പാതയോരത്ത് വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി. 60 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡിലെ മില്ലുംപടിയിൽ. നഗരപ്രദേശത്ത് സമീപ ദിവസങ്ങളിലായി കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് 2ാം തവണ. മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ സൂചനയെന്ന് എക്സൈസ്. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ദേശമംഗലം ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. റിട്ടയേർഡ് BSNL ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെ മരണശേഷം താമസിച്ചിരുന്നത് ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പം. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലി തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂക്കൃഷിക്ക് തുടക്കം. 1/4 ലക്ഷം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടു. പൂക്കൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.